ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ പനീർ മസാലയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഏലക്കയും 2 ഗ്രാമ്പുവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ചെറിയ സൈസിലുള്ള 2 ബേ ലീവ്സ് കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോളയും വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. മീഡിയം സൈസിലുള്ള 4 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 10ഓ 12ഓ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 12 അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ 2-3 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായി ഒന്ന് തണുത്ത് വരാൻ വെയിറ്റ് ചെയ്യാം. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടുക. നന്നായി ഒന്ന് അരച്ചെടുക്കുക. നല്ലപോലെ ചൂടാറിയ ശേഷം മാത്രം അരയ്ക്കാൻ ശ്രദ്ധിക്കുക. അരച്ചെടുത്ത ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് അരച്ചെടുക്കാം. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ലപോലെ അരിച്ചെടുക്കുക. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. നന്നായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1/4 സ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അരച്ചെടുത്തിട്ടുള്ള മിക്സ്ചർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 100 ഗ്രാം പനീറാണ് ഇട്ട് കൊടുക്കുന്നത്. അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മുകളിലേക്ക് അല്പം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ പനീർ മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.